ഞാൻ കുറച്ചുകൂടെ താഴ്ത്തി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഞാൻ അകത്തോട്ട് കയറിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. പ്രഭുവിൻ്റെ അടുത്ത് ഗിറ്റാർ കൊണ്ടുള്ള വരെ പറ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे. कृष्णा चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. Hare Krishna, Krishna Krishna Hare Hare, Hare Rama Hare Rama, Rama Rama Hare Hare. Hare Krishna, Krishna Krishna Hare Hare, Hare Rama Hare Rama, Rama Rama Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna Hare Hare, Hare Rama Hare Rama, Rama Rama Hare Hare. Hare Hare Krishna, Hare Krishna, Krishna Krishna Hare Hare, Hare Ram, Hare Ram, Ram Ram Hare Hare. Hare Krishna, Krishna
Krishna Hare Hare, Hare Ram 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Ram Ram Hare Hare. Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. जय प्रभु बदा, जय प्रभु बदा, शिल प्रभु बदा. नेता गुर हरि बोल, हरि बोल, हरि बोल, नेता गुर हरि बोल. जय राधा माधवा कुंज बिहारी, जय गोपी जना वल्लभा गिरिवरधारी. यशोदा नंदना ब्रज जन रंजना, यशोदा नंदना ब्रज जन रंजना. यमुना तीरा वनचारी, यमुना तीरा वनचारी. जय राधा माधवा कुंज बिहारी. जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद.
गुरुदेवा जय गुरुदेवा श्रील गुरुदेवा ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय भगवद्गीता यथारूपम अध्याയം 13 പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ ശ്ലോകം 35 ഇത് അവസാനത്തെ ശ്ലോകമാണ് 34 35 എന്ന് കവർ ചെയ്യണം क्षेत्र क्षेत्रज्ञयोरेवम् अन्तरं ज्ञानचक्षुषा भूतप्रकृतिमोक्षं च ये विदुर्यान्ति ते परम् क्षेत्र क्षेत्रज्ञयोरेवम् अन्तरं ज्ञानचक्षुषा भूत प्रकृति मोक्षं च ये विदुर्यान्ति ते परम् क्षेत्र क्षेत्रज्ञयोरेवम् अन्तरं ज्ञानचक्षुषा भूत प्रकृति मोक्षं च ये विदुर्यान्ति ते परम् हरे कृष्ण एतवर एवं इप्रകാരം ക്ഷേത്ര ക്ഷേത്രജ്ഞയോ ക്ഷേത്രത്തിന്റെയും അന്തരം ഭേദത്തെയും ഭൂതപ്രകൃതി മോക്ഷം ച ജീവജാലങ്ങൾക്ക് പ്രകൃതിയിൽ നിന്നുള്ള മോക്ഷത്തെയും ജ്ഞാനചക്ഷുഷ കൊണ്ട് വിദു അറിയുന്നു തേ അവർ പരമപദത്തെ യാന്തി പ്രാപിക്കുന്നു. ശരീരത്തിനും അതിനെ അറിയുന്നവനും
തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന പ്രക്രിയ എന്തെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കും. ഭാവാർത്ഥം ജയശ്രീല പ്രഭുപാദ. ശരീരവും അതിൻ്റെ ഉടമയായ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വിശദീകരിക്കുകയാണ് ഈ അധ്യായത്തിൻ്റെ ഉദ്ദേശം. 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ വ്യക്തമാക്കപ്പെടുന്ന മുക്തിപ്രക്രിയ ശരിയാവണ്ണം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പരമലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കും. ഈശ്വരനെ പറ്റി കേൾക്കാനും അങ്ങനെ ക്രമേണ ജ്ഞാനം നേടാനും അവസരം നൽകുന്ന സത്സംഗമാണ് വിശ്വാസമുള്ള മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യം. ഒരാധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചാൽ ജഡപദാർത്ഥവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതുതന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. ആധ്യാത്മിക ഗുരു വിവിധ ഉപദേശങ്ങളാൽ ശിഷ്യനെ ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പത്തിൽ നിന്ന് മുക്തനാവാൻ സഹായിക്കും. ഉദാഹരണമായി ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ച് ഭൗതിക ചിന്താ സരണിയിൽ നിന്ന് പിന്തിരിക്കുന്നത് നോക്കുക. ഈ ശരീരം ജഡമാണെന്ന് ഏവർക്കും അറിയാം. അതിനെ 24 മൂലകങ്ങളായി വിശകലനം ചെയ്യാൻ കഴിയും. ഒരു സ്ഥൂലമായ ആവിഷ്കാരമാണ് ശരീരം. മനസ്സും വൈകാരിക വൃത്തികളും അത്രേ സൂക്ഷ്മ ആവിഷ്കാരങ്ങൾ. ഈ 2 വിഭാഗങ്ങളുടെയും സങ്കലനം ജീവലക്ഷണങ്ങളാണെന്ന് അറിയപ്പെടുന്നു. ഇവയ്ക്കെല്ലാം ഉപരി ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. ജീവാത്മാവും പരമാത്മാവും 2ആണ്. ജീവാത്മാവിൻ്റെയും 24 മൂലകങ്ങളുടെയും സംയോഗമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിച്ചു പോരുന്നത്. ഈ പ്രത്യക്ഷ പ്രപഞ്ച ഘടനയെ ഇങ്ങനെ ജീവാത്മാവിൻ്റെയും ഭൗതിക മൂലകങ്ങളുടെയും സംയോജന ഫലമായി കാണാനും പരമാത്മാവിൻ്റെ സ്ഥിതി അറിയാനും സാധിച്ചവർ ആധ്യാത്മിക ലോക പ്രാപ്തിക്ക് അർഹരാകുന്നു. മനനം കൊണ്ട് സാക്ഷാത്കരിക്കേണ്ടവയാണ് ഈ വിഷയങ്ങൾ. ഈ അധ്യായം ഒരു ആധ്യാത്മിക ആചാര്യൻ്റെ സഹായത്തോടെ നിഷ്കൃഷ്ടമായി പഠിച്ച് അറിയേണ്ടതുണ്ട്. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന ഭഗവത്ഗീതയുടെ 13-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കും. ഓം അജ്ഞാനതിമിരന്ദസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्री गौर भक्त वृंद वांछा कल्पतरुभ्यश्च कृपा सिन्धुभ्य च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण. ഈ അധ്യായം തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ. ഇത് ലാസ്റ്റിലെ അവസാനത്തെ ശ്ലോകമാണ്. 2 ശ്ലോകമുണ്ട് ശരിക്കും, 34, 35. അത് രണ്ടും നമുക്ക് കവർ ചെയ്യാം. ക്ഷേത്രജ്ഞയോരേവം അന്ധരം ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതി മോക്ഷം ച യേ വിദുര്യാന്തി തേ പരം. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഭാവാർത്ഥം വളരെ വളരെ ഡീപ്പ്, വളരെ സിമ്പിളായിട്ട് പ്രഭുപാദ് എഴുതിയിട്ടുണ്ട് അല്ലേ. അത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയൊക്കെ പറയാൻ ഭഗവാൻ ഇത്രയൊക്കെ പറയാൻ എന്താ കാര്യം അല്ലേ? നമ്മുടെ അർജുനൻ ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? ആദ്യത്തെ ശ്ലോകം ഓർമ്മയുണ്ട്. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞം ഏവ ച ഏതത് വിദും ഇച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. അല്ലേ, അർജുനൻ ചോദിച്ചതാ. എന്താ ചോദിച്ചത്? അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നത് ഇവയെക്കുറിച്ചെല്ലാം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊരേ ഒരു ചോദ്യമാണ് ചോദിച്ചത് അല്ലേ. അതിനാണ് ഈ 35 ശ്ലോകം പറഞ്ഞത് അല്ലേ. അർജുനന് വേണ്ടിയല്ല, അർജുനന് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. പക്ഷേ മൂഢന്മാരായ നമുക്ക് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നീട്ടി പറഞ്ഞത് ഭഗവാൻ അല്ലേ. അപ്പം അതിൻ്റെ ഉത്തരമായിട്ട് ആദ്യം എന്താ പറഞ്ഞത്? ശ്രീ ഭഗവാൻ ഉവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിഥ്യഭീതിയതേ ഏതദ്യോ വേതിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. എന്താണ്? പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, കുന്തിപുത്ര, ഈ ശരീരം ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. ഇതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനും അത്രേ. ഈ 34-35 ശ്ലോകങ്ങളിലും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് ഭഗവാൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇനി പ്രഭുപാദ് എന്താ ഇവിടെ നമുക്ക് വേണ്ടി പറയുന്നത് നമുക്ക് നോക്കാം. പ്രഭുപാദ് പറഞ്ഞു, എന്താണ് അറിവ്? ഈ അറിവ് കൃഷ്ണനിൽ നിന്ന് അറിയാൻ അർജുനൻ ആഗ്രഹിച്ചു അല്ലേ. അപ്പം നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെയൊക്കെ കുറിച്ചിട്ടൊക്കെയുള്ള ഗ്രാഹ്യമായിട്ട് അറിഞ്ഞവരിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാരിൽ നിന്ന് കേൾക്കാനാണ് താല്പര്യം അല്ലേ.
പക്ഷെ ഭഗവാന് ആചാര്യനായിട്ട് ഫ്രണ്ടിൽ ആര് തന്നെയുണ്ട്, അർജുനന് ആര് തന്നെയുണ്ട് ഫ്രണ്ടിൽ? ഭഗവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഈ അറിവ് കൃഷ്ണനിൽ നിന്ന് അറിയാൻ അർജുനൻ ആഗ്രഹിച്ചു. അറിവ് എന്നാൽ ഈ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിലാക്കുക എന്നതാണ്. ക്ഷേത്രജ്ഞ. ക്ഷേത്ര എന്നാൽ ഈ ശരീരം, ക്ഷേത്രജ്ഞ എന്നാൽ ശരീരത്തിൻ്റെ ഉടമ. ഇതാണ് നമ്മൾ കുറേ ആഴ്ചകളോണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശരീരത്തെ ക്ഷേത്രമെന്ന് വിളിക്കുന്നു. ക്ഷേത്രം എന്നാൽ പ്രവർത്തന മേഖല. കർഷക ഭൂമിയിൽ എന്ന പോലെ അല്ലേ, നിങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമി ലഭിക്കും, നിങ്ങൾ സ്വന്തമായി ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കുന്നു. ഈശോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്താ ഈശോപനിഷത്ത് പറഞ്ഞിരുന്ന? ഈശോപനിഷത്ത് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അല്ലേ, ഭഗവാന്റെ സൃഷ്ടിയിൽ ഒരു കുറവും ഉണ്ടാകില്ല, എല്ലാം പൂർണ്ണമാണ്, എല്ലാം ആവശ്യത്തിനുണ്ട്. പൂർണ്ണം, ഇത് പൂർണ്ണമാണ്, പൂർണ്ണമായി നിർമ്മിച്ചതാണ്. ഒന്നുകിൽ ഈ ഗ്രഹം ആ ഗ്രഹം എല്ലായിടത്തും ജീവാത്മാക്കളുണ്ട്. കൃഷ്ണൻ അവയിൽ ഓരോന്നിനും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ദൗർലഭ്യത്തിൻ്റെ പ്രശ്നമില്ല. എന്നാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. അന്നാത് ഭവന്തി ഭൂതാനി. അല്ലേ, ബൈബിളിൽ പോലും നീ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ബൈബിൾ എന്താ പറയാ? അല്ല, ഇംഗ്ലീഷിൽ എന്താ പറയാ? തോർ ഷാൽ നോട്ട് കിൽ. എന്നിട്ട് അവരെന്താ ചെയ്യണേ? അല്ലേ, അവരെന്താ ചെയ്യണേ? അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അവരെന്തായി ചെയ്യുന്നത്? മൃഗങ്ങളെ കൊന്നു തിന്നുകയാണ്. അവർക്ക് എങ്ങനെ സന്തോഷം കിട്ടും? അല്ലേ, മൃഗങ്ങളെ കൊന്നു തിന്നു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം കിട്ടും. ഈ ചില ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലേ, പണ്ടൊക്കെ നമ്മൾ പോയിരുന്നു, ഇപ്പം അങ്ങനെ പോകാൻ കഴിയുന്നിടത്തോളം ഒഴിവാക്കും. പണ്ടൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ബർത്ത്ഡേ പാർട്ടിയാണ്. ആദ്യമായിട്ട് ചെയ്യുന്നതേ തെറ്റ്. ഒരു കേക്കൊക്കെ ഉണ്ടാക്കി അതിൻ്റെ നടുക്കൊരു മെഴുതിരി വെച്ചിട്ട് അത് ഊരിക്കെടുത്തു. അല്ലേ, ഐശ്വര്യ ദേവത അപ്പോഴേ ഓടി. വിളക്കെന്ന് പറയുന്നത് ഐശ്വര്യമാണ്. അതിനെ ആദ്യമേ ഊതിക്കെടുത്ത് അതിനെ ഒട്ടിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളമ്പുന്നതോ അവിടെ ഒരു സൽക്കർമ്മമാണ് നടക്കുന്നത്. അല്ലേ, ഒരു കുഞ്ഞ് ജനിച്ചതിൻ്റെ ഒരു ജനന വാർഷികമാണ് അവിടെ നടക്കുന്നത്. അവിടെ പിന്നെ അവർ വിളമ്പുന്നത് എന്താണ്? അല്ലേ, മാംസമാണ്. ഒരു ജീവനെ കൊന്നിട്ട്, ഒരു ജീവൻ ജനിച്ച ഒരു ജീവൻ ഉണ്ടായതിൻ്റെ സന്തോഷമാണ്. അതിനെയാണ് കുറേ ജീവനുകളെ കൊന്നിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. തീർന്നില്ലേ? എല്ലാ പാവവും ആ പാവം കൊച്ചിന് കിട്ടും. കാരണം അതിൻ്റെ പേരും പറഞ്ഞാൽ ഇതെല്ലാം കടിച്ച് വെച്ച് തിന്നണം. അല്ലേ, ആ പാവം മുഴുവൻ ആ കൊച്ചിനാണ് കിട്ടുക. വല്ല ആവശ്യമുണ്ടോ? ഇപ്പോഴും നമ്മൾ പോകുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കടിച്ചു പറിക്കാതെ എന്തോന്ന് പാർട്ടി എന്നാണ് അവർ ചോദിക്കുക. അല്ലേ, നമ്മളെപ്പോലെ ഈ പച്ചല തിന്നിട്ട് എങ്ങനെ ജീവിക്കുമെന്നാണ് അവർ ചോദിക്കുക. പക്ഷേ നമുക്കേ അറിയാവുള്ളൂ അതിൻ്റെ ഉപയോഗം. അല്ലേ, അപ്പോൾ നീ കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, മൃഗങ്ങളെ കൊന്ന് തിന്നുകയാണ്. അവരെങ്ങനെ സന്തോഷിക്കും? അത് സാധ്യമല്ല. ഏറ്റവും പാപകരമായ പ്രവർത്തനങ്ങൾ. നമ്മളുടെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. കാള നിങ്ങളെ സഹായിക്കും. അല്ലേ, പണ്ടൊക്കെ ഈ നിലമൊക്കെ ഒഴുതിരുന്നത് അല്ലേ കാളയും പോത്തുമൊക്കെയാണ്. അല്ലേ, കാളയാണ് കൂടുതൽ. കാളയെ കെട്ടിയ എന്താ പറയുക പ്രഭു? കാളയെ കെട്ടിയ കലപ്പ മാത്രമല്ല, അതിന് വേറൊരു പേരുണ്ട്. കലപ്പ ഇങ്ങനെ ഉഴുന്നല്ലേ? മുഖം ഫ്രണ്ടിലിരിക്കുന്ന സാധനമാണ് മുഖം എന്ന് പറയും. രണ്ട് കാളകൾ ഇങ്ങനെ കെട്ടില്ല, അതാണ് മുഖം. ആ മുഖത്തിൽ കെട്ടിയിട്ട് അല്ലേ അതിങ്ങനെ ഉഴുതിട്ടാണ്. അപ്പോൾ കാളയാണ് നമ്മളെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങൾ തെറ്റ് പറഞ്ഞല്ലേ, ചിരിക്കുന്നത് അല്ലേ? കാളയാണ് നമ്മളെ എന്താണ് ഈ അത് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ലാപ്ടോപ്പും ഇവിടെ ഒരു ക്യാമറയും ഇവിടെ ഒരു മൈക്കും, ആരെയും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അല്ലേ, അപ്പോൾ കാളയാണ് നമ്മളെ അതിനൊക്കെ സഹായിച്ചിരുന്നത്. അതാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. നിങ്ങളുടെ അല്ലേ, കാള നിങ്ങളെ സഹായിക്കും, പശുക്കൾ നമുക്ക് പാൽ നൽകും, അവർ അച്ഛനും അമ്മയുമായി കണക്കാക്കപ്പെടുന്നു. പ്രഭുപാദ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 1 സെൻറ്റ് ഭൂമിയും 1 പശുവും 1 കാളയും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ നമ്മൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ? ചിന്തിക്കത്തില്ലല്ലേ. ആ 1 സെൻറ്റിൽ നിറച്ച് നമ്മൾ 2 നില കെട്ടിടം വയ്ക്കും. അല്ലേ, വെളിയിലോട്ടിറങ്ങിയ റോഡായിരിക്കും. ആ രീതിയിൽ നമ്മൾ കെട്ടിവെച്ചിട്ട് ഇവിടെ സുഖമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജീവിക്കുക. ആ ഒരു വൈഷ്ണവ ആ ഇതിലേക്ക് വരുമ്പോഴാണ് നമ്മളതൊക്കെ മാറി 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 ചിന്തിച്ച് തുടങ്ങുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ഫ്ലാറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ വെളിയിൽ നിന്നൊക്കെ ഈ ഭൗതികമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഈ ഫ്ലാറ്റിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ, കൃഷ്ണാപുരത്തിലുള്ളവരല്ല, കൃഷ്ണൻ എന്ന് പറയുന്ന ആരാണെന്ന് പോലും അറിഞ്ഞിടാത്ത ഒരാൾ, ഈ സുഖലോലുപരായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ നമ്മളെ ഫ്ലാറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? അവർ അങ്ങ് ഇറങ്ങിയിട്ട് പോയി പറയും, നല്ല ഒരു എന്തോന്ന്
സോഫ പോലും ഇല്ല. പ്രഭു എന്ന് പറഞ്ഞു നല്ല ഒരു സോഫ ഇരിക്കാൻ സോഫ പോലും ഇല്ല, കുറേ സ്റ്റൂളും കസേരയൊക്കെ ഇട്ടിരിക്കുന്നു. ഇതിലവരൊക്കെ എങ്ങനെ ഇരിക്കണം എന്നാണ് അവർ ചിന്തിച്ചിട്ട് പോലെ. നമ്മളെ അടുത്ത് വന്ന് വലിയ കാര്യത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ പിടിച്ച് കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും വെളിയിൽ ഇറങ്ങിയിട്ട് അവരിങ്ങനെ പറയാം അല്ലേ. അവർക്കറിയാം നമ്മുടെ ഇവിടുത്തെ സുഖം എന്താണെന്ന്. അതിലൊന്നും നമുക്ക് എന്താണ് ഇപ്പോൾ യാതൊരു സന്തോഷവും കാണാനുള്ള ഒരിതില്ല. ആ സമയത്ത് ഭഗവാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് നോക്കും അല്ലേ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ആ സ്വന്തം പൂച്ചുന്നതിൽ എന്തെങ്കിലും ഒരു ഇച്ചിരി ചെയ്യാൻ പറ്റുമെന്ന് നോക്കും അല്ലേ. അതൊക്കെയാണ് നമ്മൾ ചിന്ത. അപ്പോൾ ഇവിടെ പ്രഭുപാദ് എന്താ പറയുന്നത്? പശുക്കൾ നമുക്ക് പാൽ നൽകും, അവർ അച്ഛനും അമ്മയുമായി കണക്കാക്കപ്പെടുന്നു. അച്ഛൻ കുട്ടികളെ പോറ്റാൻ പണം സമ്പാദിക്കുന്നത് പോലെ കാളകൾ ഉൽപ്പാദിപ്പിക്കാനും ഉഴുതുമറിക്കാനും ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. പശു പാൽ നൽകുന്നു അല്ലേ. അമ്മ, പശു എന്താണ്? അമ്മയാണ്. അപ്പോൾ അതാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്, പശു അമ്മയും കാള അച്ഛനുമാണ്. അപ്പോൾ പിന്നെ എന്താണ് ഈ നാഗരികത? അച്ഛനെയും അമ്മയെയും കൊല്ലുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു? ഈ കാളയും പശുവിനെയൊക്കെ കൊന്ന് തിന്നുകയാണ്. അപ്പോൾ അതാണ് അവർ നാഗരികത എന്ന് പറയുന്നത്. അത് നാഗരികതയല്ല, അതൊരിക്കലും നിലനിൽക്കില്ല. ദുരന്തം കാത്തിരിക്കുകയാണ്. പലപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അത് എവിടെയൊക്കെ കൂടുതലാകുന്നു അവിടെയൊക്കെ ദുരന്തങ്ങളും സംഭവിച്ചിട്ടുണ്ട്. കുറേ ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു വെള്ളം എടുത്തുകൊണ്ട് ഇട്ട് പോക്കാണ് അല്ലേ. അവരുടെ കാറും ഈ കെട്ടിടമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നു. ഇങ്ങനെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അത് സംഭവിച്ചിട്ടുണ്ട്, അത് സംഭവിക്കും. കാരണം പ്രകൃതിയുടെ നിയമം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നത് ഏറ്റവും പാപമാണ്. അത് പാപം. ഭരണകൂട നിയമം ലംഘിച്ച് നിങ്ങൾ കുറ്റവാളിയാകുന്നത് പോലെ നമ്മൾ ഈശ്വരൻ്റെ നിയമം ലംഘിക്കുമ്പോൾ നമ്മൾ പാപിയായി മാറുകയാണ്. അതിനാൽ ഈ ഉദാഹരണം നൽകിയിരിക്കുന്നു. ഇതം ശരീരം ക്ഷേത്രം, അതായത് ഒരു നിശ്ചിത ഭൂമി സ്വന്തമാക്കുക എന്നത് അടിസ്ഥാന നാഗരികതയാണ്. ഓരോരുത്തർക്കും അവനവൻ്റെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ഭൂമി ഉണ്ടായിരിക്കണം. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അല്ലേ. അവനവൻ്റെ ഭക്ഷണം അല്ലേ റെഡിയാക്കാനായിട്ട് ഉള്ള ഭൂമി ഉണ്ടെങ്കിൽ അവർക്കൊരിക്കലും സാമ്പത്തിക പ്രശ്നം വരുന്നില്ല അല്ലേ. നമ്മളെന്തിനായി സമ്പാദിക്കുന്നത്? 3 നേരം ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് അല്ലേ. ഈ 3 നേരം സുഭിക്ഷമായിട്ട് ആഹാരം കഴിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് പൈസയുടെ ആവശ്യം? അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് ഭൂമി ലഭിക്കുകയും സ്വയം പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ ഈ ശരീരവും ആ ഭൂമി പോലെയാണ്. അപ്പോൾ ഈ ശരീരവും ആ ഭൂമിയാണ്, ഞാനാണ്. ഈ ഞാൻ ആത്മാവ് ഈ ശരീരവുമായി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് നല്ല ഫലമോ ചീത്തയോ കൊയ്യാൻ കഴിയും. ഇത് വളരെ സാമ്യമുള്ളതാണ്. ഇതാണ് അറിവ്. അപ്പോൾ നമ്മളെ ഈ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കും അല്ലേ. നമുക്ക് ഈ ശരീരം കൊണ്ട് നല്ലതും ചെയ്യാം ചീത്തയും ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇന്നതൊക്കെ ചെയ്യണം, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. ഇതം ശരീരം ക്ഷേത്രം, ദൈവം എനിക്ക് തന്നത് ഒരു തുണ്ടു ഭൂമി, അതാണ് ഈ ശരീരം അല്ലേ. ഈ ഭൂമിയിലാണ് നമ്മൾ വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുക, ഈ ശരീരം കൊണ്ട് നമ്മൾ നമ്മുടെ ഭാവി ഉണ്ടാക്കുന്നു. കർമ്മണ, കാരണം ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത് എൻ്റെ കർമ്മത്തിനനുസരിച്ചാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശരീരത്തിന് ഇത്രയധികം വൈവിധ്യങ്ങൾ? നമ്മളെല്ലാം മനുഷ്യരാണ്. എല്ലാവർക്കും നമുക്ക് 2 കൈകളും 2 കാലുകളും ഉണ്ട്. എന്നിട്ടും ശരീരങ്ങൾ വ്യത്യസ്തമാണ്. ഇവിടെ എത്ര പേരുണ്ട്? എല്ലാവരും ഒരുപോലെ ഇരിക്കാൻ അല്ലേ. എല്ലാവർക്കും 2 കൈയുണ്ട്, 2 കാലുണ്ട്, ബാക്കി എല്ലാം വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? 2 കാലും 2 കൈകളും ഉണ്ട്, എന്നിട്ടും ശരീരങ്ങൾ വ്യത്യസ്തമാണ്. ആരുടെയും ശരീരം മറ്റേതിന് തുല്യമാണെന്ന് നമുക്ക് കണ്ടെത്താനാവില്ല. കാരണം നമുക്ക് വ്യത്യസ്തമായ മാനസികാവസ്ഥയുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ആത്മാവാണ്. നമുക്ക് വ്യത്യസ്ത മാനസികാവസ്ഥ, വ്യത്യസ്ത പ്രവണതകൾ, വ്യത്യസ്ത ആശയങ്ങളുണ്ട്. അതിനാൽ ഈ രീതിയിൽ നമുക്ക് വ്യത്യസ്ത ശരീരങ്ങൾ ലഭിച്ചു. ഇതാണ് ശാസ്ത്രം അല്ലേ. അവർ വളരെയധികം കാര്യങ്ങൾ അന്വേഷിക്കുന്നു, പക്ഷേ അവർ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് ശരീരത്തിൻ്റെ വൈവിധ്യങ്ങൾ ഉള്ളതെന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല അവർക്ക്. ആർക്ക്? ശാസ്ത്രജ്ഞന്മാർ. എന്തുകൊണ്ടാണ് കൃത്യമായി ഒരേ സവിശേഷതയുള്ള ഒരേ ഒരു മനുഷ്യനല്ലാത്തത്? നമ്മൾ ചിലത് ചെയ്യുന്നത് പോലെ ഓരോ ജീവജാലങ്ങൾക്കും കൃഷ്ണൻ ഓരോ തരത്തിലുള്ള ശരീരം ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കർമ്മമനുസരിച്ച് നമുക്ക് പലതരം ശരീരങ്ങൾ ലഭിക്കുന്നു. ഇതാണ് അറിവ്. എനിക്ക് ഈ ശരീരം വയലായി ലഭിച്ചു. വയലെന്ന് പറഞ്ഞാൽ എന്തോ? കൃഷിഭൂമി. അറിയോ? ഓക്കെ, പ്രഭുവിൻ്റെ അടുത്തല്ല, അതുകൊണ്ട് ഇവിടെ അറിയണം. വയലായി ലഭിച്ചു. ഒരാൾക്ക് അവൻ്റെ അധ്വാനത്തിനനുസരിച്ച്, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യാനുള്ള ഭൂമി ലഭിക്കുന്നത് പോലെ ഈ പ്രവർത്തന മേഖലയും നമുക്ക് ലഭിച്ചു അല്ലേ. ഈ ശരീരം ഇല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ എന്തെങ്കിലും സേവ ചെയ്യാൻ പറ്റുമോ?
പറ്റുമോ? പറ്റത്തില്ല അല്ലേ? അതിനുവേണ്ടിയാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. കൃഷി ചെയ്യാനുള്ള ഭൂമി ലഭിക്കുന്നത് പോലെ ഈ പ്രവർത്തന മേഖലയിൽ നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഭാവി നല്ലതോ ചീത്തയോ ആക്കാം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇതി അഭിധീയതേ. ഇതിനെ ക്ഷേത്രം, ജോലി ചെയ്യുന്ന ഭൂമി എന്ന് വിളിക്കുന്നു. ഈ ഭൗതിക ലോകം ആസ്വദിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു. കൃഷ്ണൻ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാവരും തന്നെ കുറച്ച് ആൾക്കാർ പുതിയതായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും തന്നെ ഗോലോക വൃന്ദാവനത്തിലായിരുന്നു അല്ലേ? ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടോ? നമ്മളെല്ലാവരും ഗോലോക വൃന്ദാവനത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുമായിരുന്നു അല്ലേ? നമ്മൾ വളരെ സന്തോഷമായിട്ട് സുഭിക്ഷമായിട്ട് ഭഗവാനെ നേരിട്ട് എല്ലാ ദിവസവും രാവിലെ ഹരേ ഹരേ കൃഷ്ണ എന്ന് നമ്മൾ ദിവസം ഭഗവാന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ ചാടി പുറപ്പെട്ട് ഇവിടെ വന്നത് അല്ലേ? അപ്പോഴേ ഭഗവാൻ എന്ത് പറഞ്ഞു? പോവല്ലേ പോവല്ലേ പറഞ്ഞു അല്ലേ? നിനക്ക് അവിടെ ചെന്നാൽ ഒരു സുഖം ഉണ്ടാവില്ല, ഭയങ്കര കഷ്ടപ്പാടാണ് എന്നൊക്കെ പറഞ്ഞു. ഇല്ല എനിക്ക് സൂഹിക്കണമെന്ന് പറഞ്ഞ്, എനിക്ക് സന്തോഷിക്കണം, എനിക്ക് ആസ്വദിക്കണമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മാത്രം ആസ്വദിച്ച പോരെന്ന് പറഞ്ഞിട്ട് ഒരു അസൂയ തോന്നിയിട്ട് നമ്മൾ താഴോട്ട് പോകുന്നതാണ്. അപ്പോൾ ഭഗവാൻ അത്രയും മേഴ്സിഫുൾ ആയതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? എൻ്റെ കുഞ്ഞ് താഴോട്ട് പോകുമ്പോൾ അവിടെ അവനൊരു കുറവും വരുത്തരുതെന്ന് വിചാരിച്ചിട്ട് ഇവിടെ പ്രകൃതി എല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കണം. ഇവിടെ വരുമ്പോൾ അവൻ ചോദിക്കുന്നതൊക്കെ കൊടുത്തോണം അല്ലേ? ഒരച്ഛൻ്റെ സ്നേഹം അതാണ്. നമ്മൾ ആ മേഴ്സി നമ്മൾ കാണണം അല്ലേ? എങ്കിലേ നമ്മുടെ കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്കും മേഴ്സിഫുള്ളാണ്. ഇവൻ വഴക്കുണ്ടാക്കി പോവുകയാണ്, എന്നാൽ പോലും ഇവൻ ചെല്ലുന്നിടത്ത് അവൻ എല്ലാ സുഖസൗകര്യങ്ങളും അവൻ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്നുള്ളൊരു താല്പര്യമാണ് ആർക്ക്? ആ പരംപിതാവിനുള്ളത്. അതുകൊണ്ടാണ് പ്രകൃതിയോട് പറഞ്ഞിരിക്കുന്നത്, അവൻ ചോദിക്കുന്നതെല്ലാം കൊടുത്തേക്കണം കേട്ടോ, അതിനുള്ള എല്ലാം നിങ്ങൾ റെഡിയാക്കി വെച്ചേക്കണം. അവൻ എന്താവശ്യമുണ്ടോ അപ്പോഴതെല്ലാം നിങ്ങൾ സപ്ലൈ ചെയ്തോണമെന്ന് പ്രകൃതിയോട് പറഞ്ഞിരിക്കും അല്ലേ? അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഭഗവാൻ ഈശ്വരൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭൂലോകം ഉണ്ടാക്കിയത്? ഇതാ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണ് അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി, പൂർത്തീകരിക്കാൻ വേണ്ടി, ഒരു കുറവും വരുത്താതിരിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കുക അല്ലേ? അത് ഈ മണ്ടന്മാരോട് പറഞ്ഞ് മനസ്സിലാവില്ല. ആദ്യത്തെ ക്ഷേത്രം ജോലി ചെയ്യുന്ന ഭൂമി എന്ന് വിളിക്കുന്നു. ഈ ഭൗതിക ലോകം ആസ്വദിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു. കൃഷ്ണൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ആരംഭ ശരീരം ബ്രഹ്മമാണ്, അത്യധികം ഉന്നതമായ ശരീരം അല്ലേ? നമുക്ക് എല്ലാവർക്കും ആ ശരീരം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളുടെ ഫലമായി, ഇച്ഛകളുടെ ഫലമായി ബ്രഹ്മത്തിൽ നിന്ന് നാം മലത്തിൻ്റെ പുഴുവായി മാറുന്നു. ഇതിനെ കർമ്മം ക്ഷേത്രം എന്ന് വിളിക്കുന്നു അല്ലേ? അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള താല്പര്യവും അല്ലേ, നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ടാണ് നമ്മൾ ആ ബ്രഹ്മസ്ഥാനത്ത് നിന്ന് എവിടോട്ട് വന്നത്? ഈ മലത്തിൽ പുഴുവായിട്ട് വന്നു അല്ലേ? അങ്ങനെയാണ് ഇവിടെ പ്രഭുപാദർ നമ്മളെല്ലാവരെയും എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. 84 ലക്ഷം ജീവജാലങ്ങളുണ്ട്. നമ്മുടെ ജോലി അനുസരിച്ച് നമുക്ക് ചിലതരം ശരീരം ലഭിക്കും. നാം നന്മയുടെ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്ന ഗ്രഹവ്യവസ്ഥയിൽ നമുക്ക് എപ്പോഴും മെച്ചപ്പെട്ട ശരീരം ലഭിക്കും. ദീർഘായുസ്, മെച്ചപ്പെട്ട ജീവിത നിലവാരം, കൂടുതൽ 1000 മടങ്ങ് അല്ലേ? ഈ ഭൂമുഖത്ത് നമുക്ക് എന്ത് സൗകര്യങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിലും നാം നന്മയുടെ വഴികളിൽ പ്രവർത്തിച്ചാൽ നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കും. അതുപോലെ നമ്മൾ മൃഗങ്ങളെ പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ അതപ്പറിച്ചു കൊണ്ടേയിരിക്കും അല്ലേ? അതിന് ഒരുപാട് വ്യവസ്ഥകളും താഴെയുണ്ട് അല്ലേ? തലാതല, പാതാള, മലയടിച്ച് ക്ലിയറായിട്ട് പറഞ്ഞു തന്നെ, അത് വെച്ച് പോക്കണം. പാതാള, അങ്ങനെ ഗ്രഹവ്യവസ്ഥയുണ്ട് അല്ലേ? അപ്പോൾ ഓരോരുത്തരുടെ ഈ ഈ ചെയ്ത് കൂട്ടുന്ന അതിൻ്റെ ഖ്യാതി അല്ലെങ്കിൽ വ്യാപ്തം അനുസരിച്ചിട്ട് ഓരോരുത്തരൊക്കെ ഉള്ള അല്ലേ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഇത്രയും ഗ്രഹവ്യവസ്ഥകൾ താഴോട്ടുമുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന ഗ്രഹവ്യവസ്ഥയും ഉണ്ട്. എല്ലാ ദിവസവും കാണാം. ഓരോ നക്ഷത്രവും അർത്ഥമാക്കുന്നത് അവ വ്യത്യസ്ത ഗ്രഹ വ്യവസ്ഥയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ ഒരു ശ്ലോകം പറയുന്നത്, ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ സ്ഥിതസ്ഥാനി രാജസ ജഗന്യ ഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസ. 14-18 പറയുന്നതാണ്. സത്വഗുണ ഊർധ്വം ഗച്ഛന്തി സത്വഗുണത്തിലുള്ളവർ എങ്ങോട്ട് പോവും? മുകളിലുള്ള ഗ്രഹങ്ങളിലേക്ക് പോവും. പിന്നെ മധ്യേ ഈ ഭൂമി ലോകം അല്ലേ, ഈ ഭൂലോകം, അവിടെ രാജസ ഗുണങ്ങളെല്ലാവരും എവിടെ നിൽക്കും? ഈ ഭൂമിയിലുണ്ടാവും. പിന്നെ ജഗന്യ ഗുണവൃത്തസ്ഥ അധോ ഗച്ഛന്തി താമസ. അപ്പോൾ താമസ സ്വഭാവമുള്ളവരെല്ലാവരും താഴോട്ട് അല്ലേ? താഴോട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയാ? അധമലോകം. അതിന് വേറെ പേരുകളുണ്ട്. പാതാളല്ലേ, വേറൊരു പേരുണ്ട്, എന്തോ ഒരു പേരുണ്ട്. എന്താ പറഞ്ഞത്? താഴോട്ടുള്ള ലോകത്തിന് എന്താ പറയാ?
പാതാള ലോകം എന്ന് പറയും. പിന്നെ നരകം, നരകം എന്നാണ് അതാണ് ഉദ്ദേശിച്ചത്. നരകലോകത്തിലേക്ക് പോകും അല്ലേ? നരകത്തെ ലോകത്തിലേക്ക് ആരെത്തും? താമസ സ്വഭാവമുള്ളവരെല്ലാവരും എങ്ങോട്ട് പോകും? നരകത്തിലേക്ക്. അപ്പോൾ ഈ 3 ആൾക്കാർ എങ്ങോട്ട് പോകണമെന്ന് ക്ലിയറായിട്ട് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മളിലാണ് ഇരിക്കുന്നത്. ഇത് എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആര് തന്നിട്ടുണ്ട്? ഭഗവാൻ തന്നിട്ടുണ്ട്. ഒന്നുകിൽ ഇവിടെ തന്നെ ഇങ്ങനെ ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ താഴേക്ക് പോകാം. ഈ മൂന്ന് വഴിയേ ഉള്ളൂ. അതുപോലെ തന്നെ അതിനനുസരിച്ച് വേറൊരു ഇതും കൂടെ ശ്ലോകം ഇവിടെ പറയുന്നുണ്ട് 9:25. യാന്തി ദേവാ വൃതാ ദേവാൻ പൃഥൻ യാന്തി പിതൃവൃതാ ഭൂതേജ യാന്തി ഭൂതാനി മദ്യാജിനോ അഭി യാന്തി മാം. അതെന്താണ്? നമ്മൾ ദേവന്മാരെ സ്തുതിച്ചു കഴിഞ്ഞാൽ, ദേവന്മാരെ പൂജിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദേവന്മാരുടെ ലോകത്തിലേക്ക് പോവാം. പിതൃൻ യാൻ, പിന്നെ പിതൃക്കളെയാണ് നമ്മൾ, ചില ആൾക്കാരില്ലേ പിതൃക്കളെ മാത്രം പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരറിയോ? അവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിതൃക്കളെ പൂജിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എങ്ങോട്ട് പോകും? അല്ലേ? അവരെല്ലാവരും എങ്ങോട്ട് പോകും? അവർ പിതൃലോകങ്ങളിലേക്ക് പോകും. അവിടെ ശാശ്വതമാണോ? അല്ല. ബ്രഹ്മലോകം വരെ ഒന്നും ശാശ്വതമല്ല. എവിടം വരെ പോയാലും അല്ലേ, അവിടെ നിന്നെല്ലാം തിരിച്ച് താഴോട്ട് വരേണ്ടി വരും. അപ്പോൾ പിതൃ യാന്തി പിതൃവൃത. അപ്പോൾ പിതൃക്കളെയൊക്കെ പൂജിക്കുന്നവർ പിതൃലോകത്തേക്ക് പോകും. പിന്നെ ഭൂതങ്ങളെയും പ്രേതങ്ങളെയൊക്കെ ഭൂതേജ യാന്തി ഭൂതാനി, ഭൂതങ്ങളെയും പ്രേതങ്ങളെയൊക്കെ പൂജിക്കുന്നവർ എവിടെ പോകും? അവരുടെ ലോകത്തേക്ക് പോകും അല്ലേ? ഭൂതങ്ങളൊക്കെ വസിക്കുന്നിടത്തേക്ക് പോകും. മധ്യാജിനോ അഭി യാന്തി മാം. എന്നെ എന്താണ് ഭഗവാൻ പറയുന്നത്? എന്നെ പൂജിക്കുന്നവരെല്ലാം എൻ്റെ അടുത്തേക്ക് വരും അല്ലേ? നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ് അല്ലേ? നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാൻ. ഭഗവാൻ ഒരിക്കലും നമ്മളെ നിർബന്ധിക്കില്ല. ഇല്ല നീ വന്നേ പറ്റുള്ളൂ എന്ന് ഒരിക്കലും പറയത്തില്ല. ഇതൊക്കെയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്, അതുകൊണ്ട് നീ തിരഞ്ഞെടുത്തോളൂ അല്ലേ? ഒരു പിതാവ് പറയുന്നത് പോലെ ഒരു മോൻ ചോദിക്കുകയാണ്, ഞാൻ മെഡിസിന് പോകണോ, എഞ്ചിനീയറിങ്ങിന് പോകണോ, അതോ ബികോമിന് പോകണോ? അപ്പോൾ പിതാവ് പറഞ്ഞു കൊടുക്കൂലേ, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഇതൊക്കെ കിട്ടും അല്ലേ? മെഡിസിന് പോയി കഴിഞ്ഞാൽ നിനക്ക് ജീവിതം ഉണ്ടാവില്ല, എപ്പോഴും ആശുപത്രിയിൽ തന്നെ കിടക്കേണ്ടി വരും അല്ലേ? എപ്പോൾ നോക്കിയാലും എന്താണ് രോഗിയും സ്റ്റെതസ്കോപ്പുമായിട്ട് നടക്കേണ്ടി വരും അല്ലേ? അത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇതാണ് കുഴപ്പം, വൈകിട്ട് 9 മണിയാകുമ്പോഴേ നിനക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ അല്ലേ? എന്നാലും രാത്രിയൊക്കെ നിനക്ക് വീട്ടിലെത്തിക്കാം എന്ന് പറയും അല്ലേ? ബികോമിനാണെങ്കിൽ പരമസുഖം, രാവിലെ 10 മണിക്ക് പോയാൽ 5 മണിക്ക് തിരിച്ചു വരും. എന്നിട്ട് ഇതല്ല അല്ലേ? എന്നിട്ട് അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നിനക്ക് തീരുമാനിക്കും നിനക്ക് ഏത് വേണമെന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ പറയുന്നത്, എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, നിനക്ക് എല്ലാ സ്വാതന്ത്ര്യം ഞാൻ തരുന്നു, നിനക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണാബോധത്തിൽ തങ്ങളെ തന്നെ ഉയർത്താൻ ശ്രമിക്കുന്നവർ, കൃഷ്ണൻ പറയുന്നു, ഭ്രാന്തയാജിന, എന്നെ ആരാധിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുന്നു അല്ലേ? അതിനാൽ ഇപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. ഈ ശരീരം നമുക്ക് നൽകപ്പെട്ടതാണ്. ഈ ഭൗതിക ലോകത്ത് നമുക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വേണോ, മെച്ചപ്പെട്ട ജീവിതകാലം വേണോ, അതോ മൃഗജീവിതത്തിലേക്ക് സ്വയം അർപ്പണം വേണോ, അതോ കൃഷ്ണലോകത്തിലേക്ക് പോകണോ, എല്ലാം നമുക്ക് സ്വയം തീരുമാനിക്കാം. ആഗ്രഹിക്കുന്നത് എന്തും വേണോ എന്ന് ഇപ്പോൾ നമ്മൾ തീരുമാനിക്കാം. അപ്പം അതിൽ 2ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത് അഭിധീയതേ ഏതത് യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇത് തദ്വിദഃ. പിന്നെ 3ാമത്തെ ക്ഷേത്രജ്ഞം ചാവി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത് 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 തജ് ജ്ഞാനം മതം മമ. ഒന്ന് നോക്കിക്കോട്ടെ, അതെന്താ പറഞ്ഞത്? ഹേ ഭാരതവംശുജ, സർവ്വശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ഇതാണ് എൻ്റെ അഭിപ്രായം. ഈ 35ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഈ ജ്ഞാനം അറിയുന്നവൻ എൻ്റെ അടുത്തേക്ക് വരും അല്ലേ? അവൻ ജ്ഞാനിയാണ്. ഇനി 4ാമത്തേതിൽ പറയുന്നത് അല്ല, ഇത്രയും മതി. ഓക്കെ. ഈ ശരീരം ഈ ശരീരമല്ല, നമ്മൾ ശരീരത്തിൻ്റെ ഉടമയാണ്. കൂടാതെ മറ്റൊരാൾ ഉണ്ടെന്നും നമ്മൾ അറിയണം. നിങ്ങൾ ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഈ ശരീരത്തിൻ്റെ ഉടമയാണ്. അവിടെയുണ്ട് മറ്റൊരു വ്യക്തി. അതാരാണ്? അതാണ് ഭഗവാൻ കൃഷ്ണൻ അല്ലേ? ഭഗവാനും അവിടെ ഉണ്ടെന്ന് അർത്ഥം. ശരീരത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ 2 ഉടമസ്ഥന്മാരുണ്ട് അല്ലേ? ഒന്ന് ഞാനും, ഒന്ന് നമ്മളും, പിന്നെ ആത്മാവും, പിന്നെ ആരുണ്ട്? ഭഗവാനും ഉണ്ട്. യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ ശരീരത്തിൻ്റെ ഉടമയാണ്. ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ
ഈ ഒരു ഫ്ലാറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ രണ്ട് എന്താണ് രണ്ട് ഉടമസ്ഥരുണ്ട്. ഉടമസ്ഥർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? രണ്ട് ഉടമസ്ഥർ എങ്ങനെയാണ് ഉണ്ടാവുക? പ്രഭു വന്നില്ല. പ്രഭു എവിടെ പോയി? ജോലിയിലാണ്. ഓക്കെ, നമ്മുടെ സുഹൃത്ത് ഗോപാൽ പ്രഭുവിനെ എടുക്കാം. സുഹൃത്ത് ഗോപാൽ പ്രഭു ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലേ? തൊട്ടടുത്തുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഉടമസ്ഥൻ ആരാണ്? സുഹൃത്ത് ഗോപാൽ പ്രഭു. നമുക്ക് അവിടെ നിന്ന് ഒരു പൂ പറിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓടിപ്പോയി സുഹൃത്ത് ഗോപാൽ പ്രഭുവിനോട് ചോദിക്കും, ഒരു പൂ പറിച്ചോട്ടെ എന്ന്. കാര്യം എന്താണ്? നമ്മൾ ഉടമസ്ഥനോടാണ് ചോദിക്കേണ്ടത്, അല്ലേ? പക്ഷേ അവിടെ വേറൊരു ഉടമസ്ഥനുണ്ട്. അതാരാണ്? അത് സുഹൃത്ത് ഗോപാൽ പ്രഭുവിന് ഈ വീട് ആരാണോ വാടകയ്ക്ക് കൊടുത്തത് അദ്ദേഹമാണ്, അല്ലേ മാതാജി? അല്ലേ? അവർ 2 ദിവസം മുമ്പേ അവിടെ കണ്ടു. അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇടുന്നുണ്ടോ, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ടോ, വീടൊക്കെ വൃത്തിയിടാക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കൂല്ലേ? അവരാണ് യഥാർത്ഥ ഉടമർ. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 ഉടമസ്ഥന്മാർ. അതുപോലെയാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിന് 2 ഉടമസ്ഥന്മാരാണ്. അതാരൊക്കെയാണ്? ആരെ പ്രഭു? ജീവാത്മാവും പിന്നെ അത് ഞാൻ, പിന്നെ പരമാത്മാവും. വെരി ഗുഡ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഈ ശരീരത്തിൻ്റെ ഉടമയാണ്. അവിടെയുണ്ട് മറ്റൊരു വ്യക്തി. അതാരാണ്? അതാണ് ഭഗവാൻ കൃഷ്ണൻ. ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി. ഞാനും ഈ ശരീരത്തിൻ്റെ ഉടമയാണ്. യഥാർത്ഥത്തിൽ കൃഷ്ണൻ ശരീരത്തിൻ്റെ ഉടമയാണ്. ഒരു അപ്പാർട്ട്മെൻറ്റിൽ എന്ന പോലെ അധിനിവേശക്കാരനും ഭൂ ഉടമയും ഉണ്ട്. അതിനാൽ ആശങ്കാകുലരായ 2 പുരുഷന്മാരുണ്ട്. എന്താണ് ഇവിടുത്തെ സംവിധാനം എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ 2 തരത്തിലുള്ള നികുതികളുണ്ട്. അഭിനിവേശ നികുതിയും ഭൂവുടമയുടെ നികുതി. 2 തരം നികുതികൾ. അതുപോലെ ഈ ശരീരം, ഞാൻ ജീവാത്മാവ്, ഞാൻ അഭിനിവേശനക്കാരനാണ്. ഞാൻ ഉടമയല്ല. അധിനിവേശക്കാരൻ ഒരു പരിധി വരെ ഉടമയാണെങ്കിലും യഥാർത്ഥ ഉടമ ഭൂ ഉടമയാണ്. അതായത് സുഹൃത്ത് ഗോപാൽ പ്രഭു അധിനിവേശക്കാരനാണെന്ന് അർത്ഥം, അല്ലേ? അപ്പോൾ ഈ മെറ്റീരിയൽ ചേരുവകൾ, ഭൗതികമായ ചേരുവകൾ എന്തൊക്കെയാണ്? നമ്മുടെ ശരീരം എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഭൂമി, ജലം, പിന്നെ അഗ്നി, വായു, ആകാശം. ഇവ ഭൗതിക ഘടകങ്ങളാണ്. അവ കൃഷ്ണൻ്റെ ഊർജ്ജങ്ങളാണ്. അതിനാൽ ഈ ശരീരം കൃഷ്ണൻ്റെ ഊർജ്ജം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ വ്യക്തി, ഞാനും കൃഷ്ണൻ്റെ ഭാഗവും, അല്ലേ? നമ്മൾ പാർട്ട് ആൻഡ് പാർസൽ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എന്താണ്? ഭഗവാന്റെ അംശമാണ്. ഇംഗ്ലീഷിൽ പാർട്ട് ആൻഡ് പാർസൽ എന്ന് പറയും. മലയാളത്തിൽ എന്തോ പറയും മാതാജി? അംശം മാത്രം എന്ന് പറയും, അല്ലേ? അംശവും എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? രണ്ടിനും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ്? നമ്മളെല്ലാവരും ഭഗവാന്റെ അംശങ്ങൾ. അപ്പം ഞാൻ വ്യക്തി, ഞാനും കൃഷ്ണൻ്റെ ഭാഗവും. കൃഷ്ണൻ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭൗതിക ഊർജ്ജമായ പ്രകൃതിയിലൂടെയാണ്. പ്രകൃതി എന്നാൽ ഭൗതിക ഊർജ്ജം. കൃഷ്ണൻ പറയുന്നു, മയ്യാധ്യക്ഷേണ പ്രകൃതി സൂയതേ സേ കരാചരം. ഈ ശരീരം കൃഷ്ണൻ്റെ ക്രമപ്രകാരം ഭൗതിക പ്രകൃതിയിൽ നിർമ്മിച്ചതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി. ഞാനും ഈ ശരീരത്തിൻ്റെ അധിനിവേശക്കാരനിൽ ഒരാളാണ്. അതാണ് പരമാത്മാവ്. അതിനാൽ ഭഗവാൻ വളരെ ദയയുള്ളവനാണ്. അവൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ശ്രദ്ധിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് അനുയോജ്യമായ ഒരു ശരീരം തയ്യാറാക്കാൻ ഭഗവാൻ ഭൗതിക ഊർജ്ജത്തോട് കൽപ്പിക്കുന്നു. കണ്ടോ, അല്ലേ? ഭഗവാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്നിട്ടാണ് ഈ മെറ്റീരിയലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ നിരീശ്വരവാദികളൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ഭഗവാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ആൾക്കാരൊക്കെ കഷ്ടപ്പെടുന്നതെന്ന് ഭഗവാൻ ആരോടെങ്കിലും പറഞ്ഞേ പോയി കിടന്ന് കഷ്ടപ്പെടാൻ, അല്ലേ? ഈ ദുഷ്ടത്തനമൊക്കെ കാണിക്കാൻ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അല്ല, ഓരോരുത്തരെ വലിച്ചു വയ്ക്കുന്നതാണ്, അല്ലേ? ഓരോ വിഷമങ്ങളൊക്കെ. അതിന് ഭഗവാൻ എന്ത് പഴിച്ചു? അവിടെ പോയി ചീത്ത പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ, അല്ലേ? അത് അവരോട് പറഞ്ഞാൽ മനസ്സിലാവും. അതാണ് പരമാത്മാവ്. അതിനാൽ ഭഗവാൻ വളരെ ദയയുള്ളവനാണ്. അവൻ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ശ്രദ്ധിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് അനുയോജ്യമായ ഒരു ശരീരം തയ്യാറാക്കാൻ കൃഷ്ണൻ ഭൗതിക ഊർജ്ജത്തോട് കൽപ്പിക്കണം. ഞാൻ എവിടെ വസിക്കുന്നു ഇത് അറിവാണ്. അപ്പോൾ ഈ ഭൂലോകത്തിൽ നമ്മൾ പ്രകൃതി തരുന്ന കാര്യങ്ങളെല്ലാം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. നമ്മുടെ ആഗ്രഹം പോലെ, അല്ലേ? ഭഗവാൻ എല്ലാം തരുന്നുണ്ട്. എന്നെ സേവിക്കാൻ ഒരു ശരീരം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈഷ്ണവ ശരീരം ലഭിക്കും. അപ്പോൾ ഭഗവാൻ പറയാണ്, നിങ്ങൾക്ക് എന്നെ സേവിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് നൽകും? ഒരു വൈഷ്ണവൻ്റെ ശരീരം തരും. അതാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു വൈഷ്ണവൻ്റെ ശരീരമാണ് കിട്ടിയിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭഗവാനെ സേവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ആഗ്രഹം പോലെ ഞാൻ നിനക്ക് തരുന്നു. എന്നെ സേവിക്കാൻ ഒരു ശരീരം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു വൈഷ്ണവ ശരീരം ലഭിക്കും. നിങ്ങൾക്ക് കൃഷ്ണനെ സേവിക്കാൻ കഴിയും. പൂച്ചകളെയും നായ്ക്കളെയും സേവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക്
പൂച്ചയുടെയും നായയുടെയും ശരീരം ലഭിക്കും. അല്ലേ? ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ രാവിലെ എണീറ്റ് ഈ പട്ടിയും കൊണ്ട് വെളിയിലിറങ്ങി മോർണിംഗ് വാക്ക് നടത്തുകയാണ്. അദ്ദേഹത്തിന് മോർണിംഗ് വാക്കല്ല, പട്ടിക്ക് വേണ്ടി മോർണിംഗ് നടക്കും. അതിന് എക്സസൈസ് വേണം, അത് കൂട്ടിക്കിടക്കുക. ഇല്ലേ? അതിനൊരു ഇച്ചിരി എക്സസൈസിന് വേണ്ടിയാണ് അതിനെയും കൊണ്ടാണ് നമ്മളെ നാട് വിട്ടിട്ട് കുറച്ചുകൂടെ ബോംബെയിലൊക്കെ ഇപ്പം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഇനി അമേരിക്കയിലും യൂറോപ്പിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് മക്കൾ ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്താണെന്ന് പോലും അവർക്കറിയത്തില്ല. അല്ലേ? ഇത്രയൊക്കെ പ്രായത്തിലൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് യാതൊരു വിവരവുമില്ല അവരെക്കുറിച്ച്. എവിടെ താമസിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, അല്ലേ? അവരുടെ പട്ടികളായി പൂച്ചകളായി. അവർക്ക് പട്ടിയും പൂച്ചയാണ് അവരെ മക്കൾ. രാവിലെ ആകുമ്പോൾ ഇതുങ്ങളെ എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങും. ഒരു പ്ലാസ്റ്റിക് കവറുമൊക്കെ ആയിട്ട്. അല്ലേ? ഇത് അപ്പിയിട്ടാൽ എടുക്കണം. അവിടെ ഇങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. അതുകൊണ്ട് അല്ലേ അതേന്ന് പറഞ്ഞു കിടക്കണം. രാവിലെ ആകുമ്പോൾ എൻ്റെ പട്ടിക്ക് ഇന്ന് രാവിലെ എന്ത് കൊടുക്കും, അല്ലേ? അതിനെ എവിടെയൊക്കെ കൊണ്ടുപോകണം, അതിനെ എവിടെ കൊണ്ടുപോയി കുളിപ്പിക്കും, അല്ലേ? അതിനെ ഇന്ന് അവിടെ എന്താണ് സ്പായിൽ കൊണ്ടുപോയാലോ, അല്ലേ? അവർക്കൊരു $500 കൊടുത്ത് അതിനെ അവിടെ റെഡിയാക്കാം, അല്ലേ? ഇതൊക്കെയാണ് എൻ്റെ ചിന്ത. അവിടെ എവിടെയെങ്കിലും ഭഗവാന്റെ ഒരു ഇത് വരുന്നുണ്ടോ? ഇല്ല. അവർക്കെല്ലാം പട്ടി ചിന്ത അല്ലെങ്കിൽ പട്ടി അവബോധം മാത്രമേ ഉള്ളൂ. അല്ലേ? അവരൊക്കെ കുറേ കഴിയുമ്പോൾ തന്നെ ഈ പട്ടീനെ മോന്ത പോലെ വരും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവരെ കണ്ടു കഴിഞ്ഞാലും പട്ടി പോലെ തന്നെ ഇരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് ശരി തന്നെ പട്ടിയെ പോലെ തന്നെ ഇരിക്കണം. കാര്യം എന്താണ്? അവർ രാവും പകലും ഈ പട്ടിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിനെ എങ്ങനെ പോഷിപ്പിക്കാം, അതിനെ എങ്ങനെ വളർത്താം, അതിനെ എങ്ങനെ സുഖമായിട്ട് കൊണ്ടു നടക്കാം, അത് മാത്രമേ ഉള്ളൂ അവരുടെ ചിന്ത. അതല്ലേ പട്ടി അവബോധം എന്ന് പറയുന്നത്. ആ സമയത്ത് എന്താണ് വേണ്ടിയിരുന്നത്, അല്ലേ? ഭഗവാൻ കൃഷ്ണൻ്റെ അവബോധമായിരുന്നെങ്കിൽ അവർ ഈ ജന്മം കൊണ്ട് രക്ഷപ്പെട്ടു പോയത്. അവരിനി എത്ര കാലം ഇങ്ങനെ, അല്ലേ? ഏതൊക്കെ എന്തുമാത്രം ജന്മങ്ങൾ എടുക്കേണ്ടി വരും അവർക്ക് ആ സ്ഥാനത്ത് എത്താനായിട്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ലോകത്ത് കാണുന്നത്. ഇപ്പോഴാണെങ്കിൽ മുക്കിൽ എന്താണ് ഈ പട്ടി സ്പായും ഉണ്ട്, കണ്ടിട്ടില്ല, അല്ലേ? അവിടെയൊക്കെ കൊണ്ടിട്ട് എന്തുമാത്രം പൈസ കൊടുക്കണമെന്നറിയോ അവിടെ. എന്നാൽ നാം നായയുടെ ശരീരത്തിലേക്കോ പന്നിയുടെ ശരീരത്തിലേക്കോ ദേവന്റെ ശരീരത്തിലേക്കോ മനുഷ്യന്റെ ശരീരത്തിലേക്കോ പ്രവേശിക്കാൻ ഭഗവാൻ നമ്മളെ നിർബന്ധിക്കുന്നില്ല. എന്നാൽ നാം ആഗ്രഹത്താൽ സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് അത്തരം ശരീരം സ്വന്തമാക്കാനുള്ള സൗകര്യം നൽകുന്നു. അതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം, അല്ലേ? അപ്പോൾ ഈ പട്ടിയെ കൊണ്ട് നടക്കുന്നവരൊക്കെ അടുത്ത ജന്മം എന്തോ ആയി മാറും, പട്ടിയായി മാറും, അല്ലേ? വേറെ എന്തോ കിട്ടും. പൂച്ചയെ കൊണ്ട് നടക്കുന്നവർ പൂച്ചയായി മാറും. കാരണം അവരുടെ ആഗ്രഹം ഈ പൂച്ച മാത്രമാണ്. അവരുടെ അവബോധം മുഴുവൻ അതാണ്. ഈ മരിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ പട്ടി എന്തോ ചെയ്യും, ഞാൻ പോയി കഴിഞ്ഞാൽ എന്നാണ് ചിന്തിക്കുക അവർ. കിടക്കുന്നത് പോയി. അപ്പോൾ അടുത്ത ജന്മം എന്തോ ആയി, പട്ടിയായി, അല്ലേ? എത്രയോ എളുപ്പത്തിന് അവർ വാങ്ങിച്ച് കൂട്ടിയതാണതല്ല. അപ്പോൾ അതാണ് ഭഗവാൻ ഒന്നിനും നമ്മളെ നിർബന്ധിക്കുന്നില്ല. എല്ലാം നമ്മളെ ആഗ്രഹം പോലെയാണ്. അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ തരും, അല്ലേ മഹാരാജി? എന്നാൽ നാം ആഗ്രഹത്താൽ സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ കൃഷ്ണൻ നമുക്ക് അത്തരം ശരീരം സ്വന്തമാക്കാനുള്ള സൗകര്യം നൽകും. നമ്മൾ പ്രവർത്തിക്കുന്നു, നമ്മൾ മറ്റൊരു ഫലം കൊയ്യുന്നു, അല്ലേ? അപ്പം നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചുള്ള ഫലമായിരിക്കും നമുക്ക് കിട്ടുക, അല്ലേ? കൊയ്യുന്നതേ വിതയ്ക്കുന്നതേ, അല്ലേ പ്രഭു? വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന് പറയില്ലേ? അതുപോലെയാണ് നമ്മൾ എന്താണോ വിതച്ചിരിക്കുന്നത് അതാണ് നമുക്ക് കൊയ്യാൻ പറ്റുന്നത്. അതാണ്. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ വിതച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങൾ, നന്മകൾ നമുക്ക് കൊയ്യാൻ പറ്റും. അപ്പോൾ ശരീരം സ്വന്തമാക്കാനുള്ള സൗകര്യം നൽകുന്നു. നമ്മൾ പ്രവർത്തിക്കുന്നു, നമ്മൾ മറ്റൊരു ഫലം കൊയ്യുന്നു. ഇതിനെ ഭൗതിക അസ്തിത്വം എന്ന് വിളിക്കുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ അത് ഓരോരുത്തരുടെ ആഗ്രഹമാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് നന്മ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ചില ആൾക്കാർക്ക് നന്മ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അവരിങ്ങനെ ദുഷ്ടത്തിനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ദുഷ്ടത്തിനെ ചെയ്യുന്നിടത്തോളം അവരെങ്ങോട്ട് പോകും? അവർ നരകത്തിലേക്കായിരിക്കും പോവുക. അവർക്ക് അങ്ങനെയുള്ള ജന്മങ്ങളായിരിക്കും പിന്നീട് കിട്ടുക. അവരുടെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർക്ക് വേറൊരു ഒരു ശരീരം റെഡിയായിരിക്കും. ആ ശരീരത്തിലേക്ക് അവർ പ്രവേശിക്കും. മനസ്സിലായില്ല? അല്ലെങ്കിൽ അങ്ങനെയുള്ള യോനികളിൽ അവർ ജനിച്ച് ആ ശരീരം അവർക്ക് കിട്ടും. അത് ഓരോരുത്തരുടെ ചിന്തയാണ്, ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊരു കഥ ഞാൻ പറഞ്ഞില്ലേ, ഒരു മുതിർന്ന ഒരു അമ്മൂമ്മ, 103 വയസ്സായ ഒരു അമ്മൂമ്മ.
ആ അമ്മൂമ്മയുടെ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? എനിക്ക് ഇച്ചിരി നെത്തോലിയും ഇച്ചിരി മച്ചിനിയും കിട്ടിയാൽ കൊള്ളാം അല്ലേ. അവർക്ക് ആ 103-ാമത്തെ വയസ്സിലും നെത്തോലി കഴിക്കാനുള്ള കൊതിയാണ്. ആ ആ ആ ഒരു ആഗ്രഹം തീർന്നിട്ടില്ല. അതിനാണ് ഇന്ദ്രിയ ആഗ്രഹം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും പറഞ്ഞതും പോയതും ഒരുമിച്ചിരുന്നു. അപ്പോൾ അവരെന്തായിരുന്നു അവസാനം ചിന്തിച്ചത്? നെത്തോലി അല്ലേ, മീൻ. അപ്പോൾ അവർക്ക് അടുത്ത ജന്മം എന്തായിരിക്കും കിട്ടുക അല്ലേ? പൊന്മാനായിട്ട് കിട്ടി, കിങ് ഫിഷറായിട്ട് കിട്ടി. എപ്പോൾ വേണമെങ്കിലും അവർക്ക് നെത്തോലി കഴിച്ചുകൊണ്ടിരിക്കാം. ആ ജീവിതകാലം മുഴുവൻ മീൻ കഴിക്കാം അല്ലേ. പൊന്മാനെ കണ്ടിട്ടില്ലേ? അതിങ്ങനെ നിൽക്കും, കിങ് ഫിഷർ. അതിങ്ങനെ നിന്നിട്ട് അതിന് താഴെയുള്ള മീൻ ഇങ്ങനെ ഓടുന്നവർ കാണാൻ പറ്റും. ഒരൊറ്റ പോക്കാണ് താഴോട്ട്. തിരിച്ചു വരുമ്പോഴത്തേനും ഒരു മീൻ ഇങ്ങനെ പിടയ്ക്കും. അതിങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ 5 മിനിറ്റ് ഓരോ പിടയ്ക്കണ മീൻ കഴിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഭഗവാൻ അതിനിട്ട് തഥാസ്തു പറഞ്ഞു അല്ലേ. ആ അമ്മൂമ്മയോട് തഥാസ്തു പറഞ്ഞു, ശരി നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. അതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരം പ്രകൃതി കൊടുത്തു അല്ലേ. ആ സമയത്ത് എനിക്ക് ഭഗവാനെ ഒന്ന് കണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലോ, അപ്പോഴായിരിക്കും അവരുടെ ജീവൻ പോകണം. അവർക്ക് ഭഗവാനെ കാണാൻ പറ്റുമായിരുന്നു. അന്ധകാലേച്ച മാമേകം ശരൺമുക്ത കളയവർ അല്ലേ. ആൾക്കാർ വിചാരിക്കും അപ്പോഴല്ലേ അത് ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്ന് വിചാരിക്കും. ഭഗവാനും ശരിയാക്കി തരും. ഭഗവാനെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല അല്ലേ. എപ്പോഴും എല്ലാവരും പറയുന്നത് എന്താണ്? ഓ അപ്പോഴല്ലേ, ഇപ്പോഴേ ഞാൻ ജപിക്കണമെന്നതിന് അതിന് വേണ്ടി. ആ സമയത്ത് ഞാൻ ബുദ്ധിയുള്ളവനെ, ഞാൻ ശരിക്കും പറയും. ഈ കഫ വന്നിരുന്നിട്ട് ഒന്നും പറയാൻ പോലും പറ്റത്തില്ല ഇല്ലേ. ബോധം പോലെ കാണില്ല അല്ലേ പ്രഭു. പലരും അബോധാവസ്ഥയിലാണ് ആ സമയത്ത്. എങ്ങനെയാണ് ഭഗവാനെ പറ്റിക്കാൻ പറ്റത്തില്ല. ഹരേ കൃഷ്ണ. അപ്പോൾ അത് ലാസ്റ്റിൽ ഓരോരുത്തരുടെ ആഗ്രഹമാണ് അങ്ങനെ മാറി വരുന്നത്. ഹരേ കൃഷ്ണ. പ്രഭുവിന് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ പറ്റുന്നത്? ഹരേ കൃഷ്ണ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും? മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്തുമാവാം. നമ്മൾ ഈ യോഗ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ, യോഗ എന്ന് പറഞ്ഞതേ ഉള്ളൂ, ഒരാളെന്നെ രൂക്ഷമായിട്ട് നോക്കണം. യോഗയെക്കുറിച്ച് എന്ത് പറയണം? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇതാ ഇവിടെ ഇരിക്കണം, യോഗാചാര്യനുണ്ട്, ഇനി ഞാൻ അറിഞ്ഞില്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു വഴിയൊന്നും കാണിച്ചു തരുന്നില്ല. അവർക്ക് ശരീരമാണ് ആവശ്യം. അതാണ് മെഡിറ്റേഷൻ ഈ യോഗ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നത്. എന്തെന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഈ ഭാഗവത സപ്താഹത്തിലേക്കുള്ള ആൾക്കാർ പറയുന്നത് പോലെ എന്താണ്, നിങ്ങൾ ഏത് മന്ത്രം വേണമെങ്കിലും പറയും. പക്ഷേ മാതാജി പറഞ്ഞില്ലേ, ചാൻഡിങ്, ജപം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതിനകത്തൊരു മെഡിറ്റേഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണമാണ്. ആ വിഷ്ണു സ്മരണം ഈസ് മെഡിറ്റേഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനെ ധ്യാനിച്ചിട്ട് വേണം നമ്മൾ ഭഗവാന്റെ ഇത് കാര്യം പറയാനായിട്ട്. നമ്മളത് ഇൻ്റർലിങ്ക് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ വി വിൽ ബി സക്സസ്. മനസ്സിലായില്ലേ? അല്ലാതെ എന്തെങ്കിലും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല ഈ കലിയുഗത്തിൽ. വെറുതെ സമയം പാഴാക്കില്ല. ചിലരിങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഓം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നിട്ടില്ലേ അല്ലേ അല്ലേ. പ്രഭുവിന് പിടിക്കില്ല അത് പറഞ്ഞു അല്ലേ. അങ്ങനെ ഇരിക്കും, വെറുതെ ഇരിക്കുകയാണ്. അവരൊക്കെ എവിടെ എത്തും? അവർ ആ പ്രകാശവലയത്തിലെത്തും, ബ്രഹ്മത്തിലെത്തും അല്ലേ. അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒന്നും ചെയ്യാനില്ല, ബോറടിക്കും അല്ലേ. പിന്നെ എപ്പോഴെങ്കിലും ഒരു താഴോട്ട് വന്നിട്ട് വേണം പിന്നെ പോകാനായിട്ട്. വല്ല ആവശ്യമുണ്ടോ? ആ സമയത്ത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ അവർക്ക് എത്രയോ പുണ്യം കിട്ടിയാണ്. അപ്പോൾ മനസ്സിലായില്ലേ മാനജി? അതാണ് മെഡിറ്റേഷൻ. അതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞു പ്രഭു. അത് പ്രഭു കേട്ടില്ല. പ്രഭു അവിടെ എന്തോ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അതെനിക്ക് ആശ്ചര്യമാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്? അവര് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പുരോഗമിക്കുമെന്ന് അവർക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? സത്സംഗമില്ലാതെ ആർക്കും ആത്മീയ ജീവിതത്തിൽ പുരോഗമിക്കാൻ പറ്റില്ല. അത് വളരെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആൾക്കാർ പലരും വിചാരിക്കുന്നത് ഞാനൊരു ഒന്നൊന്നര ഭക്തനാണ്, എനിക്കിനി സത്സംഗമൊന്നും വേണ്ട, ഇവരിൽ നിന്നൊക്കെ ഞാൻ എന്തു പഠിക്കാനാണ് എന്നുള്ളത്. ഈ സത്സംഗം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്തി എങ്ങോട്ട് പോയെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ അറിയത്തില്ല. നമ്മൾ ആ പടുകുഴിയിൽ വീണതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത്, അയ്യോ ഞാൻ ഇത്രയും കാലം ഇവിടെ ആയിരുന്നു. അവരറിയത്തില്ല. അവരിപ്പോഴും വിചാരിക്കണം ഞാൻ 16 റൗണ്ട് ജപിക്കുന്നത്, ഞാൻ വെജിറ്റേറിയനാണ്, ഞാൻ
ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്പലത്തിലൊക്കെ പോയി കാണുന്നുണ്ട്, ഞാനും ഭഗവാനുമായിട്ടൊരു ഒരു 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 സ്പെഷ്യൽ കണക്ഷൻ ഉണ്ട്, എനിക്കതിൽ ധാരാളം മതി എന്നൊക്കെ എല്ലാവരും വിചാരിക്കും. പക്ഷേ അവർ തന്നെ താഴോട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്കറിയാൻ പറ്റില്ല. ഒരു ഉദാഹരണം, ഇപ്പോൾ പ്രഭു ചോദിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പണ്ടൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്വയം നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ല് തട്ടി ബും ഒന്നും താഴെ വീണു. ആ കല്ല് കണ്ടില്ല നമ്മൾ. അപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർ എന്തായിരിക്കും വിളിക്കുക? അല്ലേ? അയ്യോ എന്നേ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്ന് വിളിക്കും, അല്ലേ? നമ്മൾ അങ്ങനെ ശീലിച്ചതാണ്. നേരെ മറിച്ച് ആ സമയത്ത് കൃഷ്ണ എന്നാണ് മനസ്സിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും, എന്താണ് എൻ്റെ ഉള്ളിൽ ഒരു ഇച്ചിരി ഭക്തി ഉണ്ട്, അതുകൊണ്ടാണ് എനിക്കങ്ങനെ വന്നത്. അത് എന്താണ് ആ ഒരു സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അല്ലാതെ ഞാൻ കൃഷ്ണനെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചാലല്ല, അത് വരത്തില്ല. ആ സമയത്ത് അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ അങ്ങനെ ഒരു പെട്ടെന്ന്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിലുള്ള ഒരാൾ പെട്ടെന്ന് അങ്ങ് സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി, നമ്മൾ നല്ല സ്പീഡിലായിരുന്നു, ഇടിക്കും എന്നുള്ള നിലയിൽ നമ്മൾ നിർത്തും. അപ്പോഴും നമ്മൾ എന്താ വിളിക്കുക? കൃഷ്ണ എന്ന് വിളിച്ചിരുന്നാൽ തീർച്ചയായിട്ടും നമ്മളൊരു ഭക്തനാണെന്ന്. ഇതൊക്കെ സ്വയം അനലൈസ് ചെയ്യാനുള്ള കുറച്ച് വഴികളാണ്. ഇത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്സംഗം ഉണ്ടെങ്കിലേ പറ്റൂ. സത്സംഗത്തിൽ വരാത്തവർക്ക് ആർക്കും ഈ ആത്മീയമായി പുരോഗമിക്കാൻ പറ്റില്ല. അതിന് എത്രയൊക്കെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ചിലപ്പോൾ ഭഗവത്ഗീതയിലൊക്കെ ഭയങ്കര പ്രാവീണ്യമുള്ള ആളായിരിക്കും, ഭാഗവതമൊക്കെ കാണാതെ പഠിച്ച ആളായിരിക്കും, അല്ലേ? ഭാഗവത സപ്താഹം ഉള്ള ആൾക്കാർ, ഭാഗവത സപ്താഹം നടത്തുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. അവരെല്ലാവരും ഭക്തന്മാരാണ്. എത്ര ആൾക്കാരെയാണ് ഭക്തന്മാരാക്കിയെടുക്കുന്നത്? കാര്യം അവർക്ക് ആ ഒരു ആ സ്പുല്ലിംഗ് ഉണ്ടാവില്ല. സോ സത്സംഗം ഈസ് വെരി മസ്റ്റ്. ഇതിൻ്റെ ആൻസർ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്? അത് ഭഗവാന്റെ അതേപോലെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു പാർസല്. അതായത് ഭഗവാന്റെ ശരീരത്തിൻ്റെ അത് തന്നെ. അതെന്ന് പറഞ്ഞാൽ പ്രഭു നമ്മളൊരു ഭഗവാന്റെ അംശവുമാണ്, പക്ഷേ നമ്മൾ ഭഗവാന്റെ ആ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രൂപം നമുക്ക് കിട്ടിയെന്ന് അർത്ഥം. പാർട്ട് ആൻഡ് പാർസൽ. പ്രഭുവിന് എന്തെങ്കിലും പറയാനുണ്ടാവും? ഒരു അംശം ഭഗവാന്റെ തന്നെയാണ്, അല്ലേ? നമുക്ക് ഭഗവാന്റെ ഒരു അംശം എടുത്ത്, ഫാനിന്റെ ഒരു ലീഫ് എടുത്താൽ ലീഫ് സെപ്പറേറ്റ് ആണ്, പക്ഷെ ആ ലീഫായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പാർട്ട് ആൻഡ് പാർട്സ് എന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാലും നമുക്ക് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല. ഭഗവാൻ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. നമ്മൾ അതിൽ നിന്ന് മാറിപ്പോയാലും ഭഗവാൻ ഉണ്ടെങ്കിലേ നമ്മളവിടെ ഉള്ളൂ. അതാണ് പാർട്ട് ആൻഡ് പാർട്സ്. കുറച്ചുകൂടി ക്ലാരിറ്റി ആയില്ലേ? അല്ലേ? താങ്ക് യു. അല്ലേ? ഭഗവാനില്ല, നമുക്ക് എക്സിസ്റ്റൻസും ഇല്ല. ഭഗവാൻ ഉണ്ടെങ്കിൽ നമുക്കവിടെ, അല്ലേ? നമ്മൾ ഭഗവാന്റെ ഒരു ഭാഗമാണെങ്കിലും അവിടെ ഭഗവാൻ ഇല്ലാച്ചാൽ നമ്മളില്ല എന്നാണ്. അതിനാണ് പരമാത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ ആളിരിക്കുന്നത്. പാർട്ട് ആൻഡ് പാർസൽ. ക്ലിയർ ആയി പോകും. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഞാൻ കേൾക്കുന്നത്. എല്ലാവരും അംശം എന്നേ പറയത്തുള്ളൂ. എല്ലാവർക്കും സത്സംഗത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാഹചര്യങ്ങളിൽ പറ്റാതെ വരും. എന്ത് സാഹചര്യമാണെന്ന് വേണം നമ്മൾ അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പ്രഭു എപ്പോഴും വന്നേ? ലേറ്റായിട്ടോ. എന്തുകൊണ്ട്? അവിടെ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞ് പ്രഭു വരാതിരുന്നോ? വന്നില്ലേ? അതാണ് വേണ്ടത്. ഏത് സാഹചര്യവും തരണം ചെയ്യാൻ സാധിക്കണം. കാര്യം പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ ബന്ധുക്കൾ വരും, അവർക്ക് അവരടുത്ത് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ലേ? അവർ കുറേ കാലം കഴിയുമ്പോൾ ആ സമയത്ത് ഈ ബുധനാഴ്ച ആണെങ്കിൽ വരത്തില്ല അവർ. കാരണം അറിയാം, ഇങ്ങനെ ഒരാളിനെ ബുധനാഴ്ച കിട്ടത്തില്ല, അവൻ ഭയങ്കര ഭക്തനാണ്, അവൻ ഇപ്പോൾ പോയിട്ടുണ്ടാവുന്നു. ആ സമയത്ത് പിന്നെ വരത്തില്ല. നേരെ മറിച്ച് നമ്മൾ അവിടെ വരുമ്പോൾ എന്നാൽ ഇനി പോകുന്നില്ല, സത്സംഗത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക? യവൻ ഇത്രയേ ഉള്ളൂ,
നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഭക്തി എല്ലാം പോയി, അവൻ അവിടെ നിൽക്കും എന്ന് വിചാരിച്ചോളൂ. അതൊക്കെ ഒഴിവാക്കണം. അപ്പോൾ പറയണം, പ്രയോറിറ്റി ഉണ്ടാവണം. അതായത് എനിക്കിന്ന് സത്സംഗം കണ്ട് അതിന് പോയേ പറ്റുള്ളൂ, അതിന് യാതൊരു മുടക്കവും പറയാൻ പറ്റില്ല. യു കെയിം അല്ലേ, ഈവൻ ദോ ഇറ്റ് വാസ് ലേറ്റ് അല്ലേ, പ്രഭു വന്നു അങ്ങനെ വേണം ചെയ്യാൻ. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് പിടയ്ക്കണം. അതായത് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അല്ലേ, ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ പറ്റില്ലല്ലോ, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ എന്നുള്ളൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് മതി. ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഭഗവാൻ ചെയ്തു തരും. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഭഗവാൻ 10 സ്റ്റെപ്പ് എടുത്ത് നമ്മുടെ അടുത്തേക്ക് വരും. കാര്യം എന്താണ്, എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞെന്ത് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് അവർ. ഹി സോ മെർസിഫുൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും ആത്മാർത്ഥമായിട്ടിരിക്കണം നമ്മുടെ എൻഡവേഴ്സ് അല്ലേ. ദെൻ ഹി വിൽ ഡെഫിനറ്റ്ലി റെസ്പോണ്ട് ടു ദാറ്റ്. അതിനുള്ള ആരെങ്കിലും ഇടയ്ക്ക് അതുവഴി വന്നു കഴിഞ്ഞാൽ ആ കാർ ബ്രേക്ക് ഡൗൺ ആക്കി അവിടെ നിർത്തും അല്ലേ. പ്രഭു അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ അവിടെ നിർത്തും. കാര്യം അതിനുള്ള സാഹചര്യം ഉണ്ട്. കാരണം എൻ്റെ കുഞ്ഞിന് ഇന്നിപ്പോൾ സത്സംഗത്തിന് പോകേണ്ടതുണ്ട്. ഏതെങ്കിലും അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ അവന് പോകാൻ പറ്റത്തില്ല അല്ലേ. പിന്നെ ഈ ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഭയങ്കര പരാതിയും ബുദ്ധിമുട്ടൊക്കെയാണ്. അത് ഒഴിവാക്കാനുണ്ടോ. അവർ പറയുന്നതാണ്, നീ ഇപ്പോൾ വലിയ ഭക്തനായി പോലും, നിനക്കിപ്പോൾ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ അല്ലേ, നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. പക്ഷേ നമ്മൾ എങ്ങനെ ചക്കര ഈച്ചയായിട്ടൊക്കെ ഇരുന്ന ആൾക്കാരാണ്, എങ്ങനെ എനിക്കത് ഒഴിവാക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്നത് അല്ലേ. പക്ഷേ വി ഷുഡ് ഹാവ് ദി പ്രയോറിറ്റി. ഇല്ല, എനിക്കിന്ന് പോയേ പറ്റൂ. നമ്മൾ ഈ ഈ ഈ കൃഷ്ണാബോധത്തിലേക്ക് വന്ന സമയത്തൊക്കെ നമ്മൾ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരാദ്യം എന്ത് പറയും, ഓടി ഒരു ചായ എടുത്തുകൊണ്ട് വരും അല്ലേ. ചായ കുടിക്കാതൊക്കെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു, നിങ്ങൾ ചായ കുടിക്കുക, അങ്ങനെ അവരങ്ങനെയൊക്കെ പറയും. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത്, നിങ്ങൾ കുടിക്കാൻ പറയും. നമ്മൾ മനസ്സിലാവുന്ന കുടിച്ചോളും അല്ല. അവരെ സന്തോഷമാണ് നമുക്ക് ആവശ്യം, നമ്മൾ കുടിക്കും അല്ലേ. പക്ഷേ ഇപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ചായ വേണം ചോദിക്കില്ല. കാര്യം എന്താണ്, യവൻ വേറെ അവൻ അങ്ങ് അറ്റത്തെ ഭക്തനാണ്, രക്ഷയില്ല എന്ന് അവർ മനസ്സിലായി. അവൻ വിടത്തില്ല എന്ന്, ഇനി അവനെ പിടിച്ച് വലിച്ചിട്ട് കഥയില്ല എന്ന് അവർക്ക് മനസ്സിലായി. വൈ? ബിക്കോസ് വി പ്രൂവ്ഡ് ഇറ്റ്. നമ്മളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയത്തില്ല. കാര്യം എന്താണ്, അതിനകത്ത് നിറയെ ഉള്ളിയും വെളുത്തുള്ളിയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒരു പഴം എടുക്കട്ടാ ചോദിക്കും അവർ അല്ലേ, ഒരു ഗ്ലാസ് വെള്ളം. കാര്യം അവർക്കറിയാം നമ്മൾ എത്രയേ കഴിക്കുള്ളൂ. അത് ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം. വെൻ വി പ്രൂവ് ദാറ്റ് വി ആർ ബൗണ്ട് ടു ദാറ്റ്, ഡെഫിനറ്റ്ലി ദ പീപ്പിൾ വിൽ റെസ്പെക്ട് ഇറ്റ്. അപ്പോൾ ആൾക്കാർ നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ തോന്നും അല്ലേ. അവനെ കാണുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണെന്ന് വിചാരിക്കും. മനസ്സിലായില്ലേ? Did you got it? ഹരേ കൃഷ്ണ. പ്രഭു ഇനി എന്നെ കൊല്ലാതെ നിർത്താം. ഹരേ കൃഷ്ണ. श्रीमद् भगवद गीता ग्रंथराज की जय. वांछा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव वृंद की जय. श्रील प्रभुपाद की जय. गुरुदेव की जय.